വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻഡിഫറൻസ്, സൂപ്പർ പൊസിഷൻ, ഇൻഡിഫറൻസ് പ്രിൻസിപ്പിൾ ഒക്കെ ആയിരുന്നു. സോ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സമ്മറി പോയിന്റ്സ് ആണ്. When two or more waves traverse simultaneously in the same medium, the displacement of any element of the medium is the algebraic sum of the displacement due to each wave. This is known as the principle of superposition of wave. Mathematically, as represent y is equal to summation I is equal to 1 to n fi of x minus vt. Two sinusoidal waves on the same string exhibit indifference, adding or cancelling according to the principle of superposition. If the two are traveling in the same direction and have the same amplitude and frequency, but differ in phase by a phase constant phi, the result is a single wave with the same frequency omega, and that is given by y of xt is equal to 2a cos phi by 2 sin kx minus omega t plus phi by 2. If phi is 0 or an integral multiple of 2 phi, the waves are exactly in phase and the indifference is constructive. If phi is equal to pi, they are exactly out of phase and the indifference is destructive. അപ്പം ഇതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട കാര്യം. ഓക്കെ, തിങ്സ് നമ്മൾ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട കാര്യമാണ്. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ദ റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്. ദിസ് ഇസ് സെക്ഷൻ 15.6, ദാറ്റ് ഇസ് ദ റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്. നമ്മൾ വേവ്സിന്റെ റിഫ്ലക്ഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരവും കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു അൺബൗണ്ടഡ് മീഡിയത്തിലൂടെ, നമ്മൾ പ്രത്യേകിച്ച് വേവ്സ് നേരിടുന്ന ഒരു ബൗണ്ടറിയെ കുറിച്ച്, എന്തെങ്കിലും ഹിൻഡ്രൻസ് വേവ്സിന് വരുന്നതായിട്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഇത്രയും നേരം കൺസിഡർ ചെയ്തത്. ദാറ്റ് മീൻസ് നമ്മളൊരു അൺബൗണ്ടഡ് ആയിട്ടുള്ള മീഡിയത്തിലെ വേവ്സിനെ പ്രൊപ്പഗേഷനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം സപ്പോസ് ഈ വേവ് അല്ലെങ്കിൽ നമ്മുടെ പൾസ് ഒരു ബൗണ്ടറിയിൽ എത്തിപ്പെടുകയാണെങ്കിൽ, അവരൊരു ബൗണ്ടറിയിൽ എത്തുവാണെങ്കിൽ, എന്തെങ്കിലും തരത്തിലൊരു ഒബ്സ്റ്റക്കിൾ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി അല്ലെ, ഒരു ബൗണ്ടറിയിൽ മീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു. അപ്പം ബൗണ്ടറി തന്നെ രണ്ട് തരത്തിലുണ്ട്. രണ്ട് കാര്യങ്ങൾ, റിജിഡ് ബൗണ്ടറി ഉണ്ട്, നോൺ റിജിഡ് ബൗണ്ടറിയും ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പം ആ ബൗണ്ടറി റിജിഡ് ആണെങ്കിൽ, അതൊരു ഹാർഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറിയിലാണ് നമ്മളുടെ വേവ് പോയിട്ട് മീറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വേവ് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം ബൗണ്ടറി റിജിഡ് ആണെങ്കിൽ, ഒരു റിജിഡ് ബൗണ്ടറിയെ എൻകൗണ്ടർ ചെയ്യുന്ന വേവ് ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പന്തെടുത്ത് ഒരു വോളിൽ, ഒരു കട്ടിയുള്ള ഒരു ഭിത്തിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ആ പന്ത് തിരിച്ചു വരത്തില്ല. അതുപോലെ ചിന്തിക്കുക, വേവ് ഒരു റിജിഡ് ബൗണ്ടറിയിൽ എത്തുകയാണെങ്കിൽ വേവ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. ഓക്കെ, വേവ് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ എക്കോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിജിഡ് ബൗണ്ടറിയുടെ റിഫ്ലക്ഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ എക്കോ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഈ സൗണ്ട് വേവ്സിന്റെ റിഫ്ലക്ഷൻ കാരണം ഉണ്ടാവുന്ന ആ സൗണ്ട് വേവിനെയാണ് നമ്മൾ എക്കോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ബേസിക്കലി എന്താണ്, ഒരു നമ്മുടെ സൗണ്ട് വേവ് ഒരു റിജിഡ് ബൗണ്ടറി എൻകൗണ്ടർ ചെയ്യുമ്പോൾ റിഫ്ലക്റ്റ് ആവുന്നതാണ്, അത് ആ ഒരു സംഭവമാണ് നമ്മുടെ എക്കോ. ഓക്കെ, നേരെ മറിച്ച് ഇപ്പൊ നമ്മുടെ ഇപ്പൊ റിജിഡ് ബൗണ്ടറിയിലാണ് നമ്മുടെ വേവ് എൻകൗണ്ടർ ചെയ്യുന്നതെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യും. ഇനി നമുക്ക് മറ്റൊരു കാര്യം ചിന്തിക്കാം. ഇപ്പൊ ആ ബൗണ്ടറി അത്രയ്ക്കും കംപ്ലീറ്റ്ലി റിജിഡ് അല്ല, അല്ലെങ്കിൽ ആ ബൗണ്ടറി എന്ന് പറയുന്നത് രണ്ട് ഇലാസ്റ്റിക് മീഡിയത്തിന്റെ ഒരു ഇന്റർഫേസ് ആണ്. അതൊരു ജോയിനിങ് പോയിന്റ് ആണ്, ഒരു മീഡിയത്തിന്റെ മറ്റൊരു മീഡിയത്തിന്റെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യമായിരിക്കും സംഭവിക്കുക. ഒരു ഭാഗം ഈ ഇങ്ങനെ വരുന്ന ആ ബൗണ്ടറിയിലേക്ക് പതിക്കുന്ന ഒരു ഭാഗം അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റഡ് ആവും, മറ്റേ ഭാഗം എന്ന് പറയുന്നത് സെക്കൻഡ് മീഡിയത്തിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവും. ഓക്കെ, സെക്കൻഡ് മീഡിയത്തിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവും. ദിസ് ഇസ് ദ കേസ് ഓഫ് എന്താണ്, ഒരു നോട്ട് കംപ്ലീറ്റ്ലി റിജിഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ആണെങ്കിൽ, നോട്ട് കംപ്ലീറ്റ്ലി റിജിഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ആണെങ്കിൽ ഒരു ഭാഗം റിഫ്ലക്റ്റ് ആവും, മറ്റേ ഭാഗം
സെക്കൻഡ് മീഡിയത്തിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവും. ഇങ്ങനെ സംഭവിക്കും. ഇനി അതല്ല, വേവ് എന്ന് പറയുന്ന എന്തെങ്കിലും അത് ഏതെങ്കിലും പെർട്ടിക്കുലർ ആംഗിളിലാണ് ആ രണ്ട് മീഡിയം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരു നോട്ട് കംപ്ലീറ്റ്ലി റിജിഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ ആ വേവ് ഏതെങ്കിലും ഒരു ആംഗിളിലാണ് പോയിട്ട് പതിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ വേവിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് വേവ് ആണ്. റിഫ്രാക്റ്റഡ് വേവ്. ഓക്കെ, ബിക്കോസ് നമ്മുടെ ഈ നോട്ട് കംപ്ലീറ്റ്ലി റിജിഡ് അല്ലാത്ത ആ ബൗണ്ടറിയിൽ ചെന്നിട്ട് ഈ ഇൻസിഡന്റ് വേവ് പാരലൽ ആയിട്ടോ അല്ലെ പെർപെൻഡിക്കുലർ ആയിട്ടോ ഒക്കെ പോകുന്നതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു ആംഗിൾ ഒബ്ലീഗ് ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുവാണെങ്കിൽ ഒരു ഭാഗം റിഫ്ലക്ട് ചെയ്യുന്നു, മറ്റേ ഭാഗം ട്രാൻസ്മിറ്റഡ് ആവുമെന്നല്ലേ പറഞ്ഞാൽ, ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ആ വേവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റഡ് വേവ്. ഓക്കെ, ഇനി ഇൻസിഡന്റും റിഫ്രാക്റ്റഡ് വേവും സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷനും ഒബേ ചെയ്യും. അതുപോലെ ഇൻസിഡന്റ് ആൻഡ് റിഫ്ലക്റ്റഡ് വേവ് യൂഷ്വൽ ലോസ് ഓഫ് റിഫ്ലക്ഷനും ആയിരിക്കും ഒബേ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങേ ഉള്ളൂ. നമുക്ക് നോക്കാം. സി, ഇവിടെ ഒരു നമ്മുടെ വേവ് റിഫ്ലക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റിഫ്ലക്ഷൻ ഓഫ് പൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു സിംഗിൾ പൾസ് ആണല്ലോ കാണിച്ചിരിക്കുന്നത്. ഒരു വേവിന്റെ ഒരു ചെറിയ ഭാഗം, ഒരു പൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആ പൾസ് ഇതാണ് നമ്മുടെ റിജിഡ് ബൗണ്ടറി. ഓക്കെ, അപ്പൊ ആ ദിസ് ഇസ് ദ റിജിഡ് ബൗണ്ടറി. ഈ റിജിഡ് ബൗണ്ടറിയിലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഈ പൾസിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പടത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ ഹിയർ യു ഹാവ് എ പൾസ്. അതിങ്ങനെ ട്രാവൽ ചെയ്ത് വരികയാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ വരെ എത്തി. വിത്ത് ടൈം അത് ഇവിടെ എത്തി, കുറേം കൂടെ കഴിഞ്ഞ് ഇവിടെ എത്തി, ഇനി അത് ഇവിടെ എത്തുന്നു. ഈ ബൗണ്ടറിയിൽ ഇനി നെക്സ്റ്റ് ഭാഗം അത് പോയി ഇടിക്കുന്നു. ഇടിച്ചിട്ട് അത് തിരിച്ചു വരുമ്പം അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് വേറൊരു പൊസിഷനിലാണ് അത് തിരിച്ച് വരുന്നത്. ഓക്കെ, നമുക്ക് ആരോസിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടം വരെ എന്താണ്, ഇൻസിഡന്റ് ആണ്, ഇൻസിഡന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസിഡന്റ് വേവ് ആണിത്, ഇൻസിഡന്റ് ആണ് ഇതെല്ലാം. ഇതുണ്ട് ആരോ തിരിഞ്ഞു, ദാറ്റ് ഈസ് ദിസ് ഇസ് ദ റിഫ്ലക്റ്റഡ് വൺ. ഓക്കെ, ഇതെല്ലാം ഇൻസിഡന്റ് വേവ് ആണ് അങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ എന്തായി, ദിസ് ഇസ് ദ റിഫ്ലക്റ്റഡ് വൺ. ഇതിന്റെ ഷേപ്പിനൊരു ചേഞ്ച് കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ പടമാണ്. അപ്പം ഈ പടം എന്ന് പറയുന്നത് സപ്പോസ് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ട്രാവൽ ചെയ്യുന്ന ഒരു പൾസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് ഈ ബൗണ്ടറി വന്നിട്ട് അത് റിഫ്ലക്റ്റഡ് ആവുന്നു. ഓക്കെ, അതാണ് ഇവിടെ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പം സപ്പോസ് ഈ ബൗണ്ടറി എന്ന് പറയുന്ന പ്രത്യേകിച്ച് എനർജി ഒന്നും അബ്സോർബ് ചെയ്യുന്നില്ല എങ്കിൽ, ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ, ഇവിടെ ഈ ബൗണ്ടറിയിൽ വന്ന് എൻകൗണ്ടർ ആയത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് തിരിച്ച് ഈ ഡയറക്ഷനിൽ ഒരു ഷേപ്പ് ചേഞ്ചും ആയിട്ടാണ് പോകുന്നത്. ഷേപ്പ് ചേഞ്ച് മീൻസ് അവിടെ ഒരു ഫേസ് ചേഞ്ച് ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൗണ്ടറി പ്രത്യേകിച്ച് എനർജി അബ്സോർബ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് എന്താണ് അതിന് ഇങ്ങനെ സെയിം ഷേപ്പിൽ തന്നെ തിരിച്ചു പോകാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതേ ഷേപ്പ് തന്നെയാണ് ഇതിന് വരുന്നത്. കാര്യം ബൗണ്ടറി പ്രത്യേകിച്ച് ഒന്നും എനർജി അബ്സോർബ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എനിവേ അത് എന്താണ്, ഇറ്റ് ഹാസ് എന്താണ്, ഇവിടെ നമുക്കൊരു ഫേസ് ചേഞ്ച് കാണാം. ഫേസ് ചേഞ്ച് ഓഫ് ഇങ്ങനെയുള്ള ഒരു സാധനം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ ആംഗിൾ ചേഞ്ച് എത്രയാണ് അവിടെ വന്നിരിക്കുന്നത്, പൈ ആണ് അല്ലെ, 180 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ ഒരു ഫേസ് ചേഞ്ച് ഓഫ് പൈ അല്ലെങ്കിൽ 180 ഡിഗ്രി സംഭവിച്ചിട്ടുണ്ട് ഓൺ റിഫ്ലക്ഷൻ ശേഷം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് ചേഞ്ചിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബൗണ്ടറി റിജിഡ് ആണ്. ഓക്കെ, ഇതിന്റെ റീസൺ എന്ന് പറയുന്നതാണ് ഈ ഫേസ് ചേഞ്ചിന്റെ സംഭവം എന്ന് വെച്ചാൽ ബൗണ്ടറി എന്ന് പറയുന്നത് റിജിഡ് ആണ്. ബൗണ്ടറി റിജിഡ് ബൗണ്ടറി ആണ്. റിജിഡ് ബൗണ്ടറിക്ക് ചില ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷനാണ് ഈ ഒരു ബൗണ്ടറിയിൽ സീറോ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം. അത് റിജിഡ് ബൗണ്ടറിയുടെ ഒരു കണ്ടീഷനാണ്. ദർ ഷുഡ് ബി സീറോ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ബൗണ്ടറി അറ്റ് ഓൾ ടൈംസ്. ഏത് സമയത്തും ബൗണ്ടറിയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കണം. അപ്പൊ സീറോ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു. ഫോർ സീറോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയണം, ഇങ്ങനെ ഒരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം, ഇന്റർഫറൻസിൽ അവർ രണ്ടുപേരും കൂടി ഇന്റർഫിയർ ചെയ്യുമ്പോൾ, രണ്ട് വേവ്സ് തമ്മിൽ ഇന്റർഫിയർ ചെയ്ത് സീറോ ഡിസ്പ്ലേസ്മെന്റ് ആവണമെങ്കിൽ അവിടെ എന്താണ് അതിന്റെ ഒരു നെസസറി ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഫേസ് ചേഞ്ച് ഉണ്ടാവണം. അത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സീറോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുള്ളൂ. ആൻഡ് ഈ റിജിഡ് ബൗണ്ടറിയുടെ ഒരു ബൗണ്ടറി കണ്ടീഷനാണ് എന്താ, സീറോ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് സീറോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണമെങ്കിൽ റിഫ്ലക്റ്റഡ് വേവും ഇൻസിഡന്റ് വേവും തമ്മിലൊരു പൈ എന്ന് പറഞ്ഞൊരു ഫേസ് ചേഞ്ച് ഉണ്ടാകണം. എന്നാലേ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ്
0 ആവുള്ളൂ. ഇതെന്ന് പറഞ്ഞൊരു ജനറൽ കണ്ടീഷനാണ്. റിജിഡ് ബോളിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ബൗണ്ടറി കണ്ടീഷനാണ്. അത് അച്ചീവ് ചെയ്യാൻ ഇങ്ങനെ തന്നെ വേണം. അതല്ല പിന്നെ നമുക്ക് ഇതിനെ വേറെ തരത്തിൽ ചിന്തിക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബൗണ്ടറി കണ്ടീഷനും കാര്യങ്ങളും. അല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ. നമ്മുടെ ന്യൂട്ടൺസ് തേർഡ് ലോ നമുക്ക് ഇതിന്റെ അകത്തേക്ക് വേണമെങ്കിൽ പറഞ്ഞ് ഈസി ആയിട്ട് ഇത് വേറെ തരത്തിൽ ഡൈനാമിക്കലി ഇത് നമുക്ക് പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൾസ് എന്ന് പറയുന്ന ഈ വോളിൽ എത്തുന്ന സമയത്ത്, പൾസ് വോളിൽ എത്തുന്ന സമയത്ത് ന്യൂട്ടന്റെ ലോ അനുസരിച്ച് വോൾ എന്ത് ചെയ്യും? പൾസ് അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ വോളിലേക്ക് പൾസ് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പൊ ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ച് വോളും അതുപോലെ തന്നെ തിരിച്ചൊരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഈ സ്ട്രിങ്ങിന് കൊടുക്കും. അങ്ങനെ ഒരു റിഫ്ലക്റ്റഡ് പൾസ് ഉണ്ടാവുന്നു. സോ ഒരു ഫേസ് ചേഞ്ച് അവിടെ സംഭവിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. ഇനി നോക്കുക, ഇനി ഇതല്ലാതെ ബൗണ്ടറി പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു നോൺ റിജിഡ് ബൗണ്ടറി ആണെന്ന് വിചാരിക്കുക. നോൺ റിജിഡ് ബൗണ്ടറി, ഇറ്റ് ഇസ് നോട്ട് എ റിജിഡ് ബൗണ്ടറി. ഇപ്പൊ റിജിഡ് ബൗണ്ടറി എന്ന് പറയുന്നത് ആണെങ്കിൽ അത് സ്ട്രോങ് ആയിരിക്കും. നോൺ റിജിഡ് ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ടു മൂവ് ആണ്. അത് ഫ്രീ ടു മൂവ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി. അങ്ങനെ പ്രത്യേകിച്ച് ഉറപ്പൊന്നും ഇല്ലാത്തൊരു ബൗണ്ടറി. സപ്പോസ് ഇപ്പൊ നമുക്കൊരു റോഡിന്റെ അകത്ത്, ഒരു റോഡിന് ചുറ്റും ഒരു റിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ റിങ്ങിന്റെ അകത്തേക്ക് ഒരു സ്ട്രിങ് ടൈ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പറയാം ആ സ്ട്രിങ്ങിനെ സംബന്ധിച്ച് അപ്പോൾ ഉള്ളത് നോൺ റിജിഡ് ബൗണ്ടറി. കാര്യം വെച്ചാൽ സ്ട്രിങ് സ്ലൈഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്കും എന്താണ് ബൗണ്ടറി നോൺ റിജിഡ് ആണ്, നോൺ റിജിഡ് ബൗണ്ടറി ആണ്. ബേസിക്കലി റിജിഡ് ബൗണ്ടറി ആണെങ്കിൽ ഫിക്സ്ഡ് എൻഡോ അല്ലെങ്കിൽ ക്ലോസ്ഡ് എൻഡോ ആയിരിക്കും. അത് നേരെ മറിച്ച് നോൺ റിജിഡ് ആണെങ്കിൽ ഫ്രീ എൻഡ് അല്ലെങ്കിൽ ഓപ്പൺ എൻഡ് എന്നായിരിക്കും നമുക്ക് പറയാം. അപ്പൊ ബേസിക്കലി നമ്മൾ ഇനി ഒരു നോൺ റിജിഡ് ബൗണ്ടറി എടുക്കുകയാണെങ്കിൽ ഈ നമ്മളിപ്പോ കണ്ടു റിജിഡ് ബൗണ്ടറിയുടെ അകത്ത് നമ്മുടെ റിഫ്ലക്റ്റഡ് പൾസ് എങ്ങനെയാണ് വരുന്നത്, അതിനൊരു ഫേസ് ചേഞ്ച് സംഭവിക്കുന്നു എന്ന് കണ്ടു. നേരെ മറിച്ച് നോൺ റിജിഡ് ബൗണ്ടറി ആണെങ്കിൽ ഇതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് പൾസിന് ഫേസ് ചേഞ്ച് ഒന്നും സംഭവിക്കത്തില്ല. നോ ഫേസ് ചേഞ്ച്. ഇവിടെ ഫേസ് ചേഞ്ച് ഒന്നും നോൺ റിജിഡ് ബൗണ്ടറിക്ക് ആണെങ്കിൽ ഫേസ് ചേഞ്ച് ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ നേരത്തെ കണ്ട റിജിഡ് ബൗണ്ടറിയുടെ കേസിൽ ഫേസ് ചേഞ്ച് ഉണ്ട്. ഇവിടെ ഫേസ് ചേഞ്ച് ഒന്നും സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ഈ ആംപ്ലിറ്റ്യൂഡും സെയിം ആയിരിക്കും. ഇൻസിഡന്റ് പൾസിന്റെ അതേ ആംപ്ലിറ്റ്യൂഡും അതേ ഫേസിലും ആയിരിക്കും റിഫ്ലക്റ്റഡ് പൾസ് പോവുക ഇൻ ദ കേസ് ഓഫ് നോൺ റിജിഡ് ബൗണ്ടറി. ഓക്കെ, no phase change and has same amplitude as incident pulse. ഇപ്പം നോൺ റിജിഡ് ബൗണ്ടറി ആയിരുന്നു ആ പിക്ചറിലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ബൗണ്ടറിയിൽ ഇപ്പൊ ഈ കേസിൽ നമ്മുടെ നെറ്റ് ഡിസ്പ്ലേ, നമ്മുടെ റിജിഡ് ബൗണ്ടറിയുടെ കേസിൽ എന്താണ്, റിജിഡ് ബൗണ്ടറിയുടെ കേസിൽ സീറോ ഡിസ്പ്ലേസ്മെന്റ് ആണ് ബൗണ്ടറിയിൽ വരിക. ഓക്കെ, സീറോ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ കണ്ടു. അപ്പം ഇവിടെ വരുമ്പോ എന്ത് സംഭവിക്കും? നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ മാക്സിമം ആയിരിക്കും. ഓക്കെ, നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ബൗണ്ടറി പ്രത്യേകം എഴുതാം. നോൺ റിജിഡ് ബൗണ്ടറിയുടെ അകത്തെ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. മാക്സിമം എന്ന് പറയുന്നത് മാക്സിമം എങ്ങനെയാ വരുന്നത്? ഇൻസിഡന്റ് പൾസിനും റിഫ്ലക്റ്റഡ് പൾസിനും ഒരേ ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പം അതിന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ദാറ്റ് ഇസ് ട്വൈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഈച്ച് പൾസ്. ഓക്കെ, അതാണ് സംഭവിക്കുക. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് ഈ കേസിൽ ശ്രദ്ധിക്കുക, നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് റിജിഡ് ബൗണ്ടറിയുടെ കണ്ടീഷനിൽ തന്നെ ഉള്ളതാണ് അതിന്റെ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ 0 ആണ്. ഇവിടെ ആണെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്നത് ആംപ്ലിറ്റ്യൂഡിന്റെ ട്വൈസ് ആണ്. ഓക്കെ, ട്വൈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഈച്ച് പൾസ്. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോൺ റിജിഡ് ബൗണ്ടറിക്ക് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് ഓർഗൻ പൈപ്പിന്റെ ഓപ്പൺ എൻഡ്. എപ്പോഴും ഓപ്പൺ എൻഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മളുടെ ലൂസ് ബൗണ്ടറി ആണ്, അല്ലെങ്കിൽ നോൺ റിജിഡ് ബൗണ്ടറി. ഓക്കെ, ഇനി നമുക്കിത് മാത്തമാറ്റിക്കലി ഒന്ന് കാണാം. ഓക്കെ, നമുക്ക് ഇപ്പൊ ഇത്രയും നേരം നമ്മളത് തിയറി ആയിട്ട് കണ്ടു. ഇനി അതിന്റെ മാത്സിലേക്ക് വരികയാണ്. അപ്പം റിജിഡ് ബൗണ്ടറി, അപ്പം നെറ്റായിട്ട് നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഇതാണ്. ഒരു ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ ഒരു പൾസ്
അതൊരു റിജിഡ് ബൗണ്ടറിയിലാണ് എൻകൗണ്ടർ ചെയ്യുന്നതെങ്കിൽ, അത് റിജിഡ് ബൗണ്ടറിയിലാണ് മുട്ടുന്നതെങ്കിൽ ഒരു ഫേസ് ചേഞ്ച് ഓഫ് പൈ അവിടെ ഉണ്ടാവും. ഓക്കെ, ഫേസ് ചേഞ്ച് ഓഫ് പൈ ഫോർ ദ റിഫ്ലക്റ്റഡ് വേവ്. ആ റിഫ്ലക്റ്റഡ് വേവിന് ഒരു പൈ ഒരു ഫേസ് ചേഞ്ച് ഉണ്ടാവും. നേരെ മറിച്ച് അതൊരു ഓപ്പൺ ബൗണ്ടറി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ നോൺ റിജിഡ് ബൗണ്ടറി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ ഒരു ബൗണ്ടറിയിലാണ് വേവ് എൻകൗണ്ടർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ നോ ഫേസ് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് മാത്തമാറ്റിക്കലി ഇതൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ആ ഇൻസിഡന്റ് വേവിനെ, നമ്മളിപ്പം ഇൻസിഡന്റ് വേവിനെ ഇങ്ങനെയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. സപ്പോസ് ഇൻസിഡന്റ് വേവ്, നിങ്ങൾ ടെക്സ്റ്റിലെ റെപ്രസെന്റേഷൻ തന്നെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ടെക്സ്റ്റിൽ y2 എന്നാണ് കൊടുത്തിരിക്കുന്നത്, സോ y2 തന്നെ എഴുതാം. ഇൻസിഡന്റ് വേവ് ഈസ് റെപ്രസെന്റഡ് ബൈ y2 ഓഫ് xt എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ എഴുതാമല്ലോ. എക്സ്പ്രഷൻ ഇതാണല്ലോ നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ, a sin kx മൈനസ് ഒമേഗ ടി. അപ്പൊ റിജിഡ് ബൗണ്ടറി ആണെങ്കിൽ എന്ത് പറ്റും? റിഫ്ലക്റ്റഡ് വേവിന് ഒരു ഫേസ് ചേഞ്ച് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് വേവ്. സപ്പോസ് അതൊരു റിജിഡ് ബൗണ്ടറിയിലാണ് എൻകൗണ്ടർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം, ഒരു റിജിഡ് ബൗണ്ടറി. അപ്പൊ റിജിഡ് ബൗണ്ടറിയിൽ നമ്മൾ പറഞ്ഞ പോലെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഹാവ് എ ഫേസ് ചേഞ്ച് ഓഫ് പൈ. ഫേസ് റെപ്രസെന്റ് ചെയ്യുന്ന പൈ അല്ലേ, സോ പൈ ഈസ് ഈക്വൽ ടു പൈ. അങ്ങനെയാണെങ്കിൽ റിജിഡ് ബൗണ്ടറിയിൽ എൻകൗണ്ടർ ചെയ്യുമ്പോൾ ആ റിഫ്ലക്റ്റഡ് വേവിനെ റെപ്രസെന്റ് ചെയ്യാൻ, see, I think textile y2 ആണെങ്കിലും I think it's better to put this as yi, കേട്ടോ, yi. But textile y2 ആണ്, but you can just put it yi. So rigid boundary ആണെങ്കിൽ അപ്പോൾ റിഫ്ലക്റ്റഡ് വേവിനെ റെപ്രസെന്റ് ചെയ്യാൻ y സബ്സ്ക്രിപ്റ്റ് r കൊടുക്കാം. y r of xt is equal to എന്ത് സംഭവിക്കും? a sin kx minus omega t. ഫേസ് ചേഞ്ച് ഓഫ് പൈ ഉണ്ട്, സോ പ്ലസ് ഫൈയുടെ അവിടെ നമുക്ക് പ്ലസ് പൈ കൊടുക്കാൻ സാധിക്കും, പ്ലസ് പൈ. അതിന് നിങ്ങൾ ഒരു ജസ്റ്റ് ട്രിഗ്നോമെട്രി കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് സൈൻ ഓഫ് എക്സ് പ്ലസ് പൈ ഈസ് ഗിവൺ ബൈ മൈനസ് സൈൻ എക്സ് എന്നാണ്. അത് ഈ സൈനിന്റെ ആർഗ്യുമെന്റിന്റെ അകത്തെ ഫംഗ്ഷനകത്ത് പൈ കൂട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് സൈൻ ഇതിൻ്റെ അകത്ത് ഇത് തന്നെ വരും. ഈ ഒരു ഐഡന്റിറ്റി ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ എന്നറിയില്ല, പക്ഷെ അത് വെച്ചിട്ട് നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ. ഇത് അറിഞ്ഞിരിക്കുക. സോ എ, അപ്പൊ ഇവിടെ ഹിയർ നമുക്ക് എക്സിന് പകരം വന്നിരിക്കുന്നതാണ് കെ എക്സ് മൈനസ് ഒമേഗ ടി. ഓക്കെ, അത് അത്രയും കൂടെ പൈയുടെ കൂടെ കൂട്ടണം. അപ്പൊ എന്ത് വരും? മൈനസ് എ സൈൻ എക്സ് തന്നെ. ദാറ്റ് മീൻസ് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് വരും. ഇനി നോക്കുക, ഇഫ് ഇറ്റ് ഈസ് എൻ ഓപ്പൺ ബൗണ്ടറി. ഇനി ഇതൊരു ഓപ്പൺ ബൗണ്ടറി ആയിരുന്നുവെങ്കിൽ റിഫ്ലക്റ്റഡ് വേവിന് എന്ത് സംഭവിക്കും? ഫേസ് ചേഞ്ച് ഒന്നും ഇല്ല അവിടെ. ദാറ്റ് മീൻസ് ഫൈ 0 ആണ്. ഇൻ ദാറ്റ് കേസ് നമുക്ക് എന്ത് പറയാം? വൈ ആർ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ kx minus omega t plus 0. Omega t plus 0 means x means omega t തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, റിജിഡ് ബൗണ്ടറി ആണെങ്കിൽ അറ്റ് ദ റിജിഡ് ബൗണ്ടറി നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ത് പറ്റി? നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദാറ്റ് എലമെന്റ് ഓഫ് ദ മീഡിയം എന്താണ്? നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഗിവൺ ബൈ, നമുക്കിപ്പം നെറ്റ് ഡിസ്പ്ലേസ്മെന്റിനെ y എന്ന് കൊടുക്കുകയാണെങ്കിൽ y is equal to yi plus yr അല്ലേ. സോ you see yi എന്ന് പറയുന്ന a sin kx minus omega t and yr എന്ന് പറയുന്നത് മൈനസ് a sin kx മൈനസ് omega t. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ദാറ്റ് ഈസ് നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0 അറ്റ് ദ റിജിഡ് ബൗണ്ടറി. ഇത് നോക്കുക, നമ്മുടെ ഓപ്പൺ ബൗണ്ടറി നോക്കിക്കേ. ഓപ്പൺ ബൗണ്ടറിയിലെ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? നെറ്റ് ഡിസ്പ്ലേസ്മെന്റ്, ഇഫ് ദാറ്റ് നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ മറ്റൊരു y കൊണ്ട് റെപ്രസെന്റീവ് ആണെങ്കിൽ that is also yi plus yr, which is given by a sin kx minus omega t. yr ഉം എന്ത് തന്നെയാണ്? a sin kx minus omega t. അപ്പൊ നമുക്ക് എന്താ കിട്ടി? ട്വൈസ് ദ ആംപ്ലിറ്റ്യൂഡ് വന്നു അല്ലേ ഇവിടെ. 2a sin kx minus omega t ന്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കി, ട്വൈസ് ദ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സംഭവം നോക്കാം. ദിസ് ഇസ് ദ സ്റ്റാൻഡിംഗ് വേവ് ആൻഡ് നോർമൽ മോഡ്സ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സ്റ്റാൻഡിംഗ് വേവ്സ് സ്റ്റാർട്ട് ചെയ്യാം. നോർമൽ മോഡ്സ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാൻഡിംഗ് വേവ്സ് ആൻഡ് നോർമൽ മോഡ്സ്. സ്റ്റാൻഡിംഗ് വേവ്സ് ആൻഡ് നോർമൽ മോഡ്സ്. അപ്പൊ നോക്കുക,
നമ്മളിപ്പോ ഇവിടെ ഒരു ബൗണ്ടറിയിൽ റിഫ്ലക്ഷൻ ഫ്രം റിഫ്ലക്ഷൻ അറ്റ് വൺ ബൗണ്ടറി ആണ് നോക്കി. ഇവിടെ നമ്മളിങ്ങനെ വേവ് വരുന്നു, ഒരൊറ്റ ബൗണ്ടറിയിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നു, അത് നിലനിന്നിട്ട് തിരിച്ചു വരുന്നു. ഇതാണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് കണ്ടത്. ഓക്കെ, പക്ഷെ നമുക്കറിയാം റിഫ്ലക്ഷൻ ഒന്നോ അതിലധികം, രണ്ടോ അതിലധികമോ ബൗണ്ടറീസിൽ നിന്ന് സാധാരണ സംഭവിക്കാം. ഇപ്പം രണ്ടറ്റത്തും കെട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ട്രിങ് ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഒരു ബൗണ്ടറി, ഇവിടെ ഉണ്ട്. ഇതിന്റെ അകത്തേക്ക് ഒരു സ്ട്രിങ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും നമുക്ക് വേവ്സ് കാണാമല്ലോ. റിഫ്ലക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും അല്ലേ? അപ്പൊ ഇതുപോലത്തെ ഇതിപ്പോ രണ്ട് ബൗണ്ടറികൾ കേസ്, ഇങ്ങനെ അനേകം ഒരുപാട് ബൗണ്ടറീസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ സ്ട്രിങ്ങിന്റെ കേസിലാണ്, ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച സ്ട്രിങ്ങിന്റെ കേസിലാണെങ്കിൽ ഒരു ഡയറക്ഷനിൽ നിന്ന് ഇങ്ങനെ വന്ന് മറ്റേ ഡയറക്ഷനിൽ റിഫ്ലക്റ്റഡ് ആവും. അത് കഴിഞ്ഞിട്ട് അത് ഇപ്പുറത്തെ എൻഡിൽ ചെന്ന് വീണ്ടും അപ്പുറത്തേക്ക് റിഫ്ലക്റ്റഡ് ആവും. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ അത് ഇപ്പൊ ഒരു സ്ട്രിങ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഇപ്പൊ ഒരു ബൗണ്ടറി രണ്ടിടത്ത് കെട്ടിയിട്ട് ഇങ്ങോട്ട് പോകും, ഇവിടുന്ന് വീണ്ടും റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് പോകും, ഇവിടുന്ന് വന്ന് വീണ്ടും റിഫ്ലക്ട് ആയിട്ട് ഇങ്ങോട്ട് പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇതൊരു സ്റ്റഡി വേവ് പാറ്റേൺ ഈ സ്ട്രിങ്ങിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള, ഇതിപ്പോ ഇങ്ങനെ കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ഒരു സ്റ്റഡി ആയിട്ടൊരു പാറ്റേൺ ക്രിയേറ്റഡ് ആവുന്നിടം വരെ ഈ ഒരു കാര്യം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പം എപ്പോഴാണ് ആ സ്റ്റഡി ആയിട്ടുള്ള ആ വേവ് പാറ്റേൺ ഇങ്ങനെയുള്ള ഇങ്ങനത്തെ കേസുകളിൽ സ്റ്റഡി ആയിട്ടുള്ള വേവ് പാറ്റേൺ വരുമ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് വിളിക്കും. സ്റ്റാൻഡിങ് വേവ്സ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് സ്റ്റേഷനറി വേവ് എന്ന് വിളിക്കും. സ്റ്റാൻഡിങ് വേവ്സ് അഥവാ സ്റ്റേഷനറി വേവ്സ് എന്ന് വിളിക്കും. അത് ബേസിക്കലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്റ്റാൻഡിങ് വേവ്സിലെ സ്റ്റേഷനറി വേവ്സ് എന്ന് പറയുന്ന ഈ രണ്ട് ട്രാവലിംഗ് വേവ്സിന്റെ സൂപ്പർ പൊസിഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. ഓക്കെ, സൂപ്പർ പൊസിഷൻ, അത് രണ്ടും ഒരേ ഫ്രീക്വൻസിയിൽ, ഇപ്പൊ നമ്മൾക്കറിയാം ഈ ഒരേ വേവ് തന്നെ ഇൻസിഡന്റ് ആയിട്ട് ഇപ്പുറത്തേക്ക് റിഫ്ലക്റ്റഡ് ആവുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ഒന്നുമില്ല. അപ്പം ഒരേ ഫ്രീക്വൻസിയിലുള്ള രണ്ട് വേവ്സ്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ട്രാവൽ ചെയ്യണം. ഒരെണ്ണം ഇങ്ങനെ പോകുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ വരണം. ഇങ്ങനെയുള്ളതിന്റെ ആ ഒരു ഇന്റർഫറൻസ്, അതിന്റെ സൂപ്പർ പൊസിഷൻ കാരണമാണ് ബേസിക്കലി സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ ഇൻസിഡന്റും റിഫ്ലക്റ്റഡ് വേവിന്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. എന്നിട്ട് അവർ സൂപ്പർ പോസ് ചെയ്യുമ്പോഴാണ് സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ആ മീഡിയത്തിന്റെ ഓരോ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിട്ട് നമുക്ക് നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് സ്റ്റേഷനറി വേവ് എന്നും വിളിക്കുന്നത്. സോ നമുക്ക് ഇതെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരേപോലത്തെ വേവ്സിന്റെ ആ ഒരു ഇന്റർഫറൻസിൽ നിന്നുമാണ് നമുക്ക് സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ the interference of two identical waves, ഒരേപോലത്തെ വേവ്സ്, അതുകൊണ്ടാണ് ഒരേ വേവ് ഇൻസിഡന്റ് റിഫ്ലക്റ്റഡ് ആവുന്നു വരുമ്പോൾ ഐഡന്റിക്കൽ, അത് മീൻസ് അതിന്റെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഐഡന്റിക്കൽ വേവ്സ് മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, മൂവിങ് ഇൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ, എന്നിട്ട് അവിടെ നിന്നാണ് ഒരു ഇന്റർഫറൻസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് സ്റ്റാൻഡിങ് വേവ്സ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡിങ് വേവ്സിനെ ഉണ്ടാക്കുന്നത്, സ്റ്റാൻഡിങ് വേവ്സ്. ഓക്കെ, അപ്പം നമുക്കിനി മാത്തമാറ്റിക്കലി ഇതെങ്ങനെയാന്ന് നോക്കാം. സോ യു ഹാവ് ടു കൺസിഡർ ടു വേവ്സ്. നമ്മൾ ഒരേ തരത്തിലുള്ള വേവ് ആയിരിക്കും. ഇപ്പൊ ഒരു വേവ് എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നതും, മറ്റേത് ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റ് വേവ്. ഇനി ആ വേവ് പോയിട്ട് എവിടെയെങ്കിലും പോയി അടിച്ച് റിഫ്ലക്റ്റഡ് ആവുമെന്ന് വിചാരിക്കും. റിഫ്ലക്റ്റ് ആകുമ്പോൾ അത് പിന്നെ ഇങ്ങോട്ടായിരിക്കും പോവുക, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കുന്നു, വിത്ത് നോ ഫേസ് ചേഞ്ച്. അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ ഇപ്പം 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ എടുക്കാം. നമുക്കറിയാം വേവ് വിച്ച് ഈസ് മൂവിങ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, അത് ഇവിടുത്തെ കേസിൽ ഇൻസിഡന്റ് വേവ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളിപ്പം y1 എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. y1 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു a sin kx minus omega t. അതിങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ kx minus omega t ആണ് വരുന്നെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് ഇസ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ കണ്ടതാണ് എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ മറ്റേ വേവ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് വേവ് ആണല്ലോ. അപ്പൊ റിഫ്ലക്റ്റഡ് വേവിനെ നമുക്ക്
y2 of xt എന്ന് എടുക്കാം. y2 of xt എന്ന് എടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് എങ്ങനെയാണ്, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ നെഗറ്റീവ് എക്സ് ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ kx പ്ലസ് ഒമേഗ ടി ആണെങ്കിൽ that is a way which is moving in the negative x direction. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പ്രീവിയസ് വീഡിയോസിൽ കണ്ടതാണ് അല്ലെ, kx പ്ലസ് ഒമേഗ ടി. അപ്പോഴത്തേക്കും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് പറയാം ആ സ്ട്രിങ്ങിന്റെ റിസൾട്ടന്റ് വേവ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലെ. അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് റിസൾട്ടന്റ് വേവ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, റിസൾട്ടന്റ് വേവ് ഓൺ ദ സ്ട്രിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ആഡ് ചെയ്യുക. അപ്പൊ ആ റിസൾട്ടന്റ് വേവിനെ ഞാൻ y of xt എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ y of xt is given by y1 of xt plus y2 of xt. ഇങ്ങനെ ആഡ് ചെയ്യാൻ പോവാണ്. സോ y of xt is equal to a sin kx minus omega t and y2 of xt എന്ന് പറഞ്ഞാൽ a sin kx plus omega t. അപ്പൊ എനിക്ക് ഈ a എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പുറത്തെടുക്കാമല്ലോ, അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് എഴുതാമല്ലോ. സോ a ഇൻറ്റു സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി. ഇനി നമുക്ക് ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റി, ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സൈൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സൈൻ്റെ ബ്രാക്കറ്റിൽ രണ്ട് ഫംഗ്ഷൻ എയും ബിയും രണ്ട് ടേംസ് കിടക്കുകയാണ്, എയും ബി എന്ന് കിടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ഇങ്ങനെ, ദാറ്റ് ഇസ് സോറി സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. സൈൻ്റെ രണ്ട് ഫംഗ്ഷൻ ഇവിടെ കൂട്ടുകയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിലെ ടേംസ് ആഡ് അപ്പ് ചെയ്യും, മറ്റൊന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിലെ ടേംസ് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലാണെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ ബൈ 2 സൈൻ എ കോസ് ബി എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഇപ്പൊ ബേസിക്കലി അങ്ങനെ ഒരു സാധനമാണ്. നിങ്ങൾ എ കോമൺ ആണ്, അതിനനുസരിച്ച് രണ്ട് സൈൻ ഫംഗ്ഷൻസ് ആണ്, രണ്ടിന്റെ അകത്ത് ഒരേ ടേംസ് ഉള്ള കെ എക്സ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഒമേഗ ടി ഇവിടെ ഉണ്ട്, ഒമേഗ ടി ഇവിടെ ഉണ്ട്. ഒരെണ്ണത്തിന്റെ രണ്ടത്തും പ്ലസ് കെ എക്സ് ആണ്, പക്ഷെ ഒമേഗ ടി ഒരെണ്ണത്തിന്റെ അകത്ത് മൈനസും ഒരെണ്ണത്തിന്റെ അകത്ത് പ്ലസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഫോർമുല, ഈ സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഐഡന്റിറ്റി നമുക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്ത് എ എന്ന് പറയുന്നത് കെ എക്സ് ആയിട്ടും ബി എന്ന് പറഞ്ഞ ഒമേഗ ടി ആയിട്ടും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? y of xt is equal to a ഓൾറെഡി പുറത്തുണ്ട്, 2 ആണ് അത് എഴുതേണ്ടത്. 2 സൈൻ എക്ക് പകരം കെ എക്സ് കോസ് ബിക്ക് പകരം ഒമേഗ ടി. ഇതിനെ ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഓക്കെ, y of xt is equal to a സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി. അപ്പൊ ഇതാണ് സ്ട്രിങ്ങിലെ വേവിന്റെ, സ്റ്റാൻഡിങ് വേവിന്റെ എക്സ്പ്രഷൻ ആണിത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കണ്ട എക്സ്പ്രഷൻസ് എല്ലാം എന്തായിരുന്നു? നമ്മൾ നേരത്തെ കണ്ട ട്രാവലിംഗ് വേവിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെയായിരുന്നു, എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ഇഫ് ഇറ്റ് ഈസ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി ഇങ്ങനെയാണ് കണ്ടത്. പക്ഷെ ആ ഇക്വേഷനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ സ്റ്റാൻഡിംഗ് വേവ് ഇതെന്ന് പറയുന്നത് ട്രാവലിംഗ് വേവിന്റെ എക്സ്പ്രഷൻ ആണ്. ദിസ് ഇസ് ട്രാവലിംഗ് വേവ്. ഓക്കെ, ഇത് സ്ട്രിങ്ങിലെ ട്രാവലിംഗ് വേവിന്റെ എക്സ്പ്രഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയത് സ്റ്റാൻഡിംഗ് വേവ് ആണ് സ്ട്രിങ്ങിന്റെ എക്സ്പ്രഷൻ ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ നിന്ന് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ട്രാവലിംഗ് വേവും സ്റ്റാൻഡിംഗ് വേവിന്റെയും ചില വ്യത്യാസങ്ങൾ നോക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കുക, കെ എക്സും ഒമേഗ ടിയും സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടില്ല, അത് കമ്പൈൻഡ് ആയിട്ടാണ്, മൈനസ് വെച്ച് കമ്പൈൻഡ് ആണ്. ഇവിടെ അത് പ്ലസ് വെച്ചും കമ്പൈൻഡ് ആണ്. പക്ഷെ ഇവിടെ നോക്കുക, ഈ സൈൻ ഇത് കെ എക്സ് സൈനിന്റെ കൂടെയും ഒമേഗ ടി കോസിന്റെ കൂടെയാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഇഫ് യു സി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ സൈനിന്റെ ആംപ്ലിറ്റ്യൂഡ്. സോ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റാൻഡിംഗ് വേവ് എന്ന് പറയുന്നത് ഹിയർ 2a സൈൻ കെ എക്സ് ആണ്. അൺലൈക്ക് ഇവിടുത്തെ എ പോലെയുള്ള ഇവിടെ 2a സൈൻ കെ എക്സ് ആണ് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ ഈ വേവ് പാറ്റേൺ നമുക്ക് എക്സ് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ പൊസിഷൻ. അപ്പം ഈ വേവ് പാറ്റേണിൽ ആംപ്ലിറ്റ്യൂഡ് പോയിന്റ് ടു പോയിന്റിൽ വേരി ചെയ്യും. കാര്യം എക്സ് വേരി ചെയ്യുമല്ലോ, ഓരോ പോയിന്റിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ അതിന്റെ എല്ലാ ടൈമിലും അതിന്റെ എല്ലാ സ്ട്രിങ്ങിന്റെ എല്ലാ എലമെന്റും ഒരേ ആംഗിൾ ഓഫ് ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ടൈം പീരീഡിൽ വൈബ്രേറ്റ് ചെയ്യും. അത് പല എലമെന്റ്സ് തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒന്നും ഇവിടെ ഉണ്ടാവത്തില്ല. നോ ഫേസ് ഡിഫറൻസ് between oscillations of different
എലിമെന്റ്സ്. അത് സ്ട്രിങ് മൊത്തത്തില് പല പോയിന്റില് പല ആംപ്ലിറ്റ്യൂഡില് ഇൻ ഫേസ് വൈബ്രേഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിങ് വേവിന്റെ ആ പാറ്റേൺ എടുക്കുവാണെങ്കിൽ ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നത്തില്ല, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടും തോന്നില്ല. അപ്പോൾ നമുക്കറിയാം ഒരു ട്രാവലിംഗ് വേവ് റൈറ്റ് ആണ് ലെഫ്റ്റ് ആണ് നമുക്ക് മനസ്സിലാക്കും, പക്ഷെ സ്റ്റാൻഡിങ് വേവ് അങ്ങനെയില്ല, ഇങ്ങനെയില്ല. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാൻഡിങ് വേവ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലെ ആംപ്ലിറ്റ്യൂഡ് ഫിക്സ്ഡ് ആയിരിക്കും. സി, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, അതുകൊണ്ട് അത് ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് മറ്റൊരു പോയിന്റിലേക്ക് എത്തുമ്പോൾ മറ്റൊരു ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വേരി ചെയ്യും, പക്ഷെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ അത് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പം ഏത് പോയിന്റിലാണോ ആംപ്ലിറ്റ്യൂഡ് 0 ആവുന്നത്, അത് അവിടെ മോഷനൊന്നും ഇല്ല, 0 ആവുന്ന ആ പോയിന്റിനാണ് നോഡ് എന്ന് പറയുന്നത്. ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഏത് പോയിന്റിലാണ് ലാർജസ്റ്റ് ആവുന്നത്, അതിനെയാണ് ആന്റി നോഡ് എന്ന് പറയുന്നത്. നോഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പോയിന്റ് അറ്റ് വിച്ച് ആംപ്ലിറ്റ്യൂഡ് ഈസ് 0. ഏത് പോയിന്റിലാണോ ഈ സ്റ്റാൻഡിങ് വേവില് ആംപ്ലിറ്റ്യൂഡ് 0 ആവുന്നത് അതിനെ നമ്മൾ നോഡ് എന്ന് വിളിക്കുന്നു. ആന്റി നോഡ് എന്ന് പറഞ്ഞാൽ the point at which amplitude is maximum. The point at which amplitude is maximum or largest. Textbook largest എന്നാണ്. ഓക്കെ, അതിനാണ് ആന്റി നോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഈ ഫിഗർ എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനറി വേവ് പാറ്റേണിനെ കാണിച്ചിരിക്കുന്നു. 2 ട്രാവലിംഗ് വേവ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന 2 സ്റ്റേഷനറി വേവ് കാണാം. അതായത് നമ്മുടെ ഈ ഒരു ഡോട്ടഡ് ലൈൻ, അത് ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുള്ളത് ഇങ്ങനെ ബ്രേക്ക്ഡ് ആയിട്ടുള്ള ഒരു ഡോട്ടഡ് ലൈനും കാണിച്ചിട്ടുണ്ട്. അത് രണ്ടുമാണ് നമ്മുടെ ഇവിടുത്തെ ഇൻസിഡന്റ് വേവും റിഫ്ലക്റ്റഡ് വേവും. സപ്പോസ് നമ്മളിങ്ങനെ ഈ നമ്മളിങ്ങനെ ഈ ഡോട്ട് 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 ഇങ്ങനെ അടുപ്പിച്ചുള്ള ഡോട്ട് 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 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻസിഡന്റ് വേവ്. ആൻഡ് ഈ ബ്രോക്കൺ ആയിട്ടുള്ള ഈ ഡോട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ ബ്രോക്കൺ ആയിട്ടുള്ള ഈ ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ റിഫ്ലക്റ്റഡ് വേവ്. അപ്പൊ ഇൻസിഡന്റ് വേവ് എന്ന് പറയുന്നത് റൈറ്റിലേക്ക് പോകുന്നു, റിഫ്ലക്റ്റഡ് വേവ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകുന്നു. അപ്പം അതെന്ന് പറയുന്നത് ഇൻസിഡന്റ് വേവും റിഫ്ലക്റ്റഡ് വേവിന്റെയും ഫ്രീക്വൻസി സെയിം ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും, അതിന്റെ ഇന്റർഫറൻസിൽ ഇനി കിട്ടാൻ പോകുന്നത് ഒരു സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ആണ്. വിത്ത് ടൈം അതൊരു ഒരേപോലെ നിൽക്കും. ഓക്കെ, വിത്ത് ടൈം അത് ഒരേപോലെ നിൽക്കും. അപ്പൊ ആ സ്റ്റാൻഡിങ് വേവിനെയാണ് ഈ നീല കളറിൽ വെച്ച് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ദ സ്റ്റാൻഡിങ് വേവ്. അപ്പം ഇങ്ങനെ സമയം കൂടുന്തോറും യു കുഡ് സീ ദാറ്റ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ആ സ്റ്റാൻഡിങ് വേവ് വളരെ ഒരേപോലെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്താണ്, നമുക്ക് ഇവിടെ ഒരേ വേവ് ഫ്രീക്വൻസി ഉള്ള, അതായത് ഒരേ വേവ് ലെങ്തുള്ള 2 വേവ്സ് ഇന്റർഫിയർ ചെയ്യുന്നു. അപ്പം നമുക്ക് അവിടെ ഒരു സ്റ്റേഷനറി വേവ് കിട്ടുന്നത്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദിസ് ബ്ലൂ വേവ്. അതാണ് നമ്മുടെ സ്റ്റേഷനറി വേവ്. അപ്പൊ നമുക്ക് നോക്കാം സ്റ്റേഷനറി വേവിന്റെ പ്രത്യേകതയായിട്ട് നമുക്കറിയാം ഈ ഇൻസിഡന്റ് വേവ് എന്ന് പറയുന്നത് റൈറ്റിലേക്കാണ് പോകുന്നതെന്ന് അതിനെ ഡയറക്ഷൻ അസൈൻ ചെയ്യാം. അതുപോലെ നമ്മളുടെ റിഫ്ലക്റ്റഡ് വേവ് ആണെങ്കിൽ ലെഫ്റ്റിലേക്കാണ് പോകുന്നതെന്ന് പറയാം. പക്ഷേ ഈ സ്റ്റാൻഡിങ് വേവിന് അങ്ങനത്തെ അത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒന്നും നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് നെയ്തർ മൂവ്സ് റൈറ്റ് നോർ ലെഫ്റ്റ്. ഓക്കെ, അത് സ്റ്റേഷനറി വേവ്. അതുകൊണ്ട് സ്റ്റേഷനറി ആണ്. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി സ്റ്റേഷനറി. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റേഷനറി വേവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റേഷനറി വേവില് സ്റ്റാൻഡിങ് വേവിന്റെ ഒരു പ്രത്യേകതയായിട്ടും കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് 0 ആവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ 0 ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ആ പോയിന്റ്. പൊസിഷൻ ഓഫ് നോട്ട്സ് ഇസ് സെയിം, അല്ലെങ്കിൽ ഇസ് ഫിക്സ്ഡ് അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയത്തും ആ നോട്ട് പൊസിഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ഇഫ് യു സീ, നമ്മൾ സ്റ്റാൻഡിങ് വേവ് എടുക്കും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡിങ് വേവ്. ഓക്കെ, നീല കളറിലുള്ളത്. ഓക്കെ, ഞാൻ ഇപ്പൊ വരയ്ക്കുമ്പോ ഇങ്ങനെ ഒരുമാതിരി ആവുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ആ സ്റ്റാൻഡിങ് വേവ് നീല കളർ. ഓക്കെ, അപ്പം ഞാൻ അതിന്റെ മേളിൽ കൂടി വരയ്ക്കാം. ജസ്റ്റ് ഫോർ ദിസ് ഫിഗർ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡിങ് വേവ്. ഓക്കെ, നമ്മുടെ നീല കളറിൽ കാണിച്ചിരിക്കുന്നതാണ് സ്റ്റാൻഡിങ് വേവ്. എന്റെ പടം ശരിയാവുന്നില്ല. അപ്പൊ ഇവിടെ ഞാൻ ആ നീല കളറിലുള്ളത് ഒന്ന് വരയ്ക്കാം. ഇത് എല്ലാ പടത്തിലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഞാൻ ഇത് മാത്രം കമ്പയർ ചെയ്യുന്നു.
വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ സീറോ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത് എവിടെയാന്ന് നോക്കിക്കേ. ഇവിടെയാണ് സീറോ ഡിസ്പ്ലേസ്മെന്റ് നോക്കിക്കേ. ഇവിടെ ദിസ് ഇസ് എൻ ആന്റി നോഡ് പോയിന്റ്. ഇവിടെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. വീണ്ടും ഡിസ്പ്ലേസ്മെന്റ് സീറോ എത്തിയിരിക്കുന്നത് ഇവിടെയാണ്. ഇനി അടുത്ത സീറോ ഡിസ്പ്ലേസ്മെന്റ് എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. അടുത്തത് ഇവിടെയാണ്. ഇനി അടുത്ത വേവ് എടുത്ത് നോക്കിക്കേ. അവിടെയും സീറോ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സീറോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, ഈ ഹൊറിസോണ്ടലായിട്ട് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെ, അത് സീറോ ഡിസ്പ്ലേസ്മെന്റ്, അനക്കം ഇല്ലാതെ വരുന്ന ആ പോയിന്റ് നമുക്ക് കാണാമല്ലോ. മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണല്ലോ. അപ്പൊ നോക്കുക, ഈ നോട്ട്സിന്റെ പൊസിഷൻ എല്ലാ വേവ്സിനും, ഈ വേവും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാ പൊസിഷനിലും എല്ലാ സമയത്തും നോഡ് ഒരേപോലെയാണ് സ്റ്റേഷനറി വേവിനെ സംബന്ധിച്ച് വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സ്റ്റേഷനറി വേവ്. ഇനി നമുക്ക് നോർമൽ മോഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ താങ്ക് യു.